നമ്മുടെ വയനാട് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മളിന്ന് ഫസ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞാൽ ഫാൻറ്റം റോക്കും എടക്കൽ ഗുഹയും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്, അടിപൊളി. അത്ര പ്രതീക്ഷിച്ചില്ല. അതെ, നമ്മൾ ബൈക്കായിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളെ റൈഡ് തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മഴ എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ കയറി നിന്ന്, പിന്നെ ശേഷം മഴ മാറി, പിന്നെ നമ്മൾ റൈഡ് ചെയ്ത് ഇങ്ങനെ റൂമിലെത്തി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ പ്രീവിയസ് വീഡിയോയിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്ന് പോണ കാര്യങ്ങളും ഡീറ്റെയിൽസും വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടിയൊക്കെ നമ്മൾ ഇന്നലെ എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്താ പറയുക, ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തൊരു ഹോട്ടൽ എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് സർവീസൊക്കെയാണ്. അപ്പോൾ ലെക്സ് ഹോട്ടൽ വയനാട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫാൻറ്റം റോക്ക് എന്നറിയപ്പെടുന്നൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ യാത്ര ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം റൈഡ് ചെയ്ത് അവിടെ ഫാൻറ്റം റോക്കിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാർക്കിങ്ങിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, അധികം വണ്ടികളൊന്നുമില്ല, അധികം ടൂറിസ്റ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് അറിയാത്തത് കൊണ്ടാണോ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉള്ളത്, അതോ ഇത്ര നേരത്തെ രാവിലെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. നമ്മൾ എത്തിയ സമയത്ത് എന്തായാലും അധികം ആരും തന്നെ ഇല്ല. നമ്മളും ഒരു 2-3 ടീം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഫാൻറ്റം റോക്ക്. അതായത് ഈ ഒരു ഫാൻറ്റം റോക്ക് എന്ന് പേര് വരാൻ കാരണം ഈ ഒരു പാറയുടെ ഒരു ആകൃതിയാണ്. അപ്പോൾ ഈ ഒരു ഫാൻറ്റം റോക്ക് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്, അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫാൻറ്റം റോക്ക് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ടാർഗറ്റിലോട്ട് നമ്മളങ്ങനെ യാത്ര തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്ഥലം എടക്കൽ ഗുഹയാണ്, എടക്കൽ കേവ്സ്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട്, എടക്കൽ ഗുഹ എത്തുന്നതിൻ്റെ മുന്നായിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള എടക്കൽ ഗുഹയിൽ എത്തിയിരിക്കുകയാണ്. അതായത് എടക്കൽ ഗുഹയുടെ പാർക്കിംഗ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കടകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലം കൂടെയാണിത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ അത് വാങ്ങിക്കൂടി ചെയ്യാം. അപ്പോൾ എടക്കൽ ഗുഹ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുള്ള ഒരു സ്ഥലം കൂടെയാണ്, ഒരുപാട് ഹൈക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമല്ല. ഏകദേശം ഒരു 40 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഹൈക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റാമിന ഉള്ളവർ മാത്രം വന്നാൽ മതി ഇങ്ങോട്ടേക്ക്. പിന്നെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടെയാണ് എടക്കൽ ഗുഹ. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ ഇങ്ങനെ ഒരു 40 മിനിറ്റിൽ കൂടുതൽ നടക്കാനുണ്ട്, ഹൈക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി ഇവിടെ വരുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള കുരങ്ങന്മാരെയും പിന്നെ ഒരുപാട് നമ്മൾ കാണാത്ത ചെറിയ ചെറിയ പക്ഷികളെല്ലാം കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളെ എനർജിയൊക്കെ ബേൺ ഔട്ടായി കഴിയും. അപ്പോൾ ഇനി എന്തായാലും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ പ്രൈസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതാണ് എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസിലൂടെ വീണ്ടും ഇനി ഹൈക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എടക്കൽ ഗുഹയുടെ ഏറ്റവും പീക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും എടക്കൽ ഗുഹയുടെ അകത്തോട്ട് കയറിയിട്ട് എടക്കൽ ഗുഹയുടെ അകത്ത് എന്താണെന്നുള്ളത് നോക്കാം. അങ്ങനെ അവസാനം നമ്മളങ്ങനെ എടക്കൽ ഗുഹയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മൊത്തത്തിൽ എടക്കൽ ഗുഹയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം 40 മിനിറ്റിൽ കൂടുതൽ നടന്നാണ് എടക്കൽ ഗുഹയിൽ എത്തിയത്. അപ്പോൾ എന്തായാലും അത്രയും ദൂരം നടന്നതിനുള്ള വെറുത്താണ് എടക്കൽ ഗുഹ. നമ്മൾ എന്തായാലും വയനാട്ടിൽ വരുമ്പോൾ ഒരു തവണ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടെയാണ് എടക്കൽ ഗുഹ. അപ്പോൾ എടക്കൽ ഗുഹയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യർ വരച്ചിട്ടുള്ള പല കലാരൂപങ്ങളും പല ലിപികളുമാണ് ഈ ചുമരിലെല്ലാം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ എടക്കൽ ഗുഹയുടെ വിശേഷങ്ങളും കണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എടക്കൽ ഗുഹയിൽ നിന്ന് നമ്മൾ ഇതുപോലെ കയറിയതുപോലെ ഒരുപാട് ദൂരം വീണ്ടും നമുക്ക് തിരിച്ച് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്ഥലം കരാപ്പുഴ ഡാമാണ്. കരാപ്പുഴ ഡാമും അതിനോട് ചേർന്ന് ഒരു കരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക് കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഗൈസ്, നമ്മളങ്ങനെ എടക്കൽ ഗുഹ എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ കടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കരാപ്പുഴ അല്ലേ, കരാപ്പുഴ ഡാം. അപ്പോൾ ഡാം മാത്രമല്ല, അവിടെ ഒരു വലിയൊരു അഡ്വഞ്ചറസ് പാർക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ആ പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പം പാർക്കിലെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. എന്തെങ്കിലും സെറ്റാണ്. അപ്പോൾ ഇതാണ് കരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിന്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം എന്തൊക്കെ റൈഡ്സ് ആണ് അവിടെ ഉള്ളതെന്നൊക്കെ. അപ്പോൾ കരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു അഡ്വഞ്ചർ പാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈന് അത് ഇവിടെയാണുള്ളത്. പിന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജയന്റ് സ്വിങ് അതും ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അഡ്വഞ്ചർ പാർക്ക്.
അപ്പോൾ നമുക്കങ്ങനെ ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്തുകൂടെ തന്നെ നമുക്ക് ഡാമിലോട്ടൊരു എൻട്രൻസ് ഉണ്ട്, ഡാം കാണാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ഡാം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ നമ്മളെ കരാപ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളും അഡ്വഞ്ചർ പാർക്കിൻ്റെ വിശേഷങ്ങളും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തോടു കൂടി നമ്മൾ വയനാട് ട്രിപ്പിന് കട്ടനിടുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പ് ആയിരുന്നു. എന്താ പറയുക, അടിപൊളി ട്രിപ്പാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടൂ വീലറൊക്കെ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക. അതെ, മാക്സിമം കാർ ഒഴിവാക്കുക. ടൂ വീലർ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈഡ് പോകാന്ന് പറയുമ്പോൾ അത് പ്രത്യേകതരം ഫീലാണ്. അപ്പോൾ എന്തായാലും ഈ പോകുന്ന വിഷ്വൽസിനെ കാണിക്കാം, അല്ലെങ്കിൽ ഇത് ഈ വയനാട് ട്രിപ്പിൻ്റെ അവസാന വീഡിയോ ആയിരിക്കും, അവസാന ക്ലിപ്പായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ കാണാൻ സെറ്റ് ആക്കുക. ബൈ.